നമസ്കാരം. നമസ്കാരം വിനീഷ. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചെറിയൊരു കുഞ്ഞു വർത്തമാനങ്ങൾ പറയാം. ഞങ്ങൾ സമകാലികരാണ്. ഞങ്ങൾ കൊട്ടാരക്കരയിൽ വളരെ എത്രയോ വർഷമൊന്നും ഓർമ്മയില്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ളൊരു ബന്ധമാണ്, കുടുംബമായിട്ടുള്ള ബന്ധം. ഞങ്ങൾ വ്യക്തികൾ തമ്മിലല്ല, കുടുംബമായിട്ടുള്ള ബന്ധം. ഞാൻ, എൻ്റെ കുടുംബവും. ഇത് എബ്രഹാം സാമുവൽ, ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ഇത് എബ്രഹാം സാമുവൽ. ഞങ്ങൾ ബേബി കുഞ്ഞെന്ന് വിളിക്കും. ഞാൻ വിളിക്കുന്നത് ബേബി കുഞ്ഞെന്നാണ്, ചിലർ ബേബി കുട്ടിയെന്ന് വിളിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായല്ലോ. ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. ഇപ്പം ഞാൻ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇറങ്ങിയത്, അമേരിക്കയിലേക്ക് പോയപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ സത്യം പറഞ്ഞാൽ അബുദാബിയിൽ ഇറങ്ങിയത്. ഞാൻ അബുദാബിയിൽ ഇറങ്ങി, എന്നെ റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ വന്നു. അങ്ങനെ ഇപ്പോൾ ബേബി കുഞ്ഞിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷമാണ്. ബേബി കുഞ്ഞിൻ്റെ വീട്ടിൽ പലപ്പോഴായിട്ട് ഞാൻ പല തവണ വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു 2010-ലോ 2012-ലോ ആണ് ഞാൻ ലാസ്റ്റ് വന്നത്. അതെ 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 അതുകൊണ്ട് ഒരു 10-12 വർഷത്തിന് മുമ്പാണ് ഞാനിവിടെ വന്നത്. പക്ഷെ അന്ന് ഞാൻ വന്നപ്പോഴും ഈ വീട്ടിലാണ് താമസം. ഞാനിവിടെ വരുമ്പം കൂടുതലും ബേബി കുഞ്ഞിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഇവിടെ അല്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. ഞാൻ പ്രതിപണ്ണനുണ്ട്. അതെ, ഞാൻ ടാർസനും ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വന്നു. അതെ. അപ്പോൾ ഞാൻ ഇവിടെ അബുദാബിയിലോ അല്ലെങ്കിൽ UAE വരുമ്പോൾ, പ്രത്യേകിച്ച് അബുദാബി വരുമ്പോൾ ബേബി കുഞ്ഞിൻ്റെ അടുത്ത് വരാതെ പോകത്തില്ല. അപ്പോൾ ബേബി കുഞ്ഞിൻ്റെ യഥാർത്ഥ പേര് എബ്രഹാം സാമുവൽ. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ബേബി കുഞ്ഞ് ഇവിടെ വന്നിട്ട്, അതായത് എബ്രഹാം സാമുവൽ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. അതാ, അബുദാബിയിൽ വന്നിട്ട് 30 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കി, നീണ്ട 30 വർഷം. നമ്മുടെ ഒരു യൗവനകാലത്ത് വന്നിട്ട് ഇപ്പം കിളവനായി അല്ലേ? അതെ, കിളവനായി. അന്ന് ഞാൻ ഒറ്റ സിംഗിളായിരുന്നു. അതെ, ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഡബിളായി, ഇപ്പൊ ത്രിബിളായി. പിന്നെ രണ്ട് മക്കള്. അതാണ് വലിയ രസമെന്ന് പറഞ്ഞാലേ, ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മണലാരണ്യത്ത് 30 വർഷത്തിന് മുൻപ് വന്ന് ഇതിൻ്റെ ഈ മണലാരണ്യം എന്ന് പറഞ്ഞാൽ ഈ അബുദാബി നഗരം, അതിൻ്റെ ഉയർച്ചകൾ 30 വർഷം മുമ്പുള്ള അബുദാബി അല്ല ഇപ്പോഴത്തെ അബുദാബി. ഞങ്ങളിന്ന് രാവിലെ ഒന്ന് കറങ്ങാൻ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനൊരു 10 വർഷത്തിന് മുമ്പ് വന്ന അബുദാബി അല്ല ഇന്നത്തെ അബുദാബി. അവിടെയൊക്കെ ഈ ഫ്ലൈ ഓവറുകളൊക്കെ നെട്ടും ബോൾട്ടിട്ടും മുറുക്കുന്ന സംവിധാനമാണ്. എങ്കിൽ പോലും നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ് ഇതിൻ്റെ വികസനം. അബുദാബി അല്ല, ഈ പൊതുവേ അറബ് രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഈ വികസനങ്ങളെല്ലാം. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല നാളെ. ഒറ്റ രാത്രി കൊണ്ട് പലതും സംഭവിക്കാം. വികസന കാര്യത്തിൽ ഈ GCC രാജ്യങ്ങൾ വളരെ മുന്നില്ല. അതിൽ പ്രധാനമായി UAE. അതെ. അപ്പം ബേബി കുഞ്ഞ് തന്നെ പറയും, 30 വർഷം മുമ്പ് വന്ന അബുദാബിയാണോ, അന്ന് വന്ന സമയത്തുള്ള അബുദാബിയാണോ ഇന്നത്തെ അബുദാബി? 30 വർഷം മുന്നേ കണ്ട അബുദാബി അല്ല ഇപ്പോഴ്. അന്ന് ഉണ്ടായിരുന്നത് പോലെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുസഫ ഏരിയ, അന്ന് ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ജനവാസം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയ വളരെ കുറവായിരുന്നു. റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിട്ടില്ല. അതെ, ഞാനൊരു 10 വർഷത്തിന് മുമ്പ് വരുമ്പോഴും മുസഫയിൽ പോയപ്പോഴും അവിടെ വലിയ ഒരു ആളുകൾ താമസിക്കുന്ന ഒരു ഇടം ഇല്ലായിരുന്നു. പിന്നെയാണ് റെസിഡൻഷ്യൽ ഏരിയ വന്നു. ഞങ്ങൾക്ക് അവിടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സൈറ്റിലൊക്കെ പോകുമ്പോൾ ഈ പറയാൻ മറന്നുപോയി, ബേബി കുഞ്ഞ് ഇവിടെ ഒരു പിന്നെ കോൺട്രാക്ടിങ് കമ്പനിയിലെ കൺസൾട്ടിംഗ് ആണ് അദ്ദേഹം പടം വരയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ പടമാണ് കൂടുതലും ഇവിടെ അപ്രൂവ് ചെയ്ത് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു ഡിസൈനർ കൂടെയാണ് എന്നൊക്കെ നമുക്ക് നാട്ടിൽ ഡ്രാഫ്റ്റ്സ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു. ഡ്രാഫ്റ്റ്സ്മാനി തുടങ്ങി ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ഡിസൈനറാണ്. അത് മാത്രമല്ല, ഞാൻ അന്ന് വന്ന അതേ കമ്പനിയാണ് ഇന്നും.
അതൊരു പ്രധാന പോയിന്റ്. അതേ കമ്പനിയിൽ അതൊരു പ്രധാന പോയിന്റാണ്. കാരണം അദ്ദേഹം ബേബിക്കുഞ്ഞ് ഇവിടെ ഏത് കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇവിടെ വന്നോ ആ കമ്പനിയിലാണ് 30 വർഷമായിട്ട്. അത് നമുക്കിവിടെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ. കാരണം ഒരു തുടങ്ങിയ ആ കമ്പനിയിൽ തന്നെ 30 വർഷമായിട്ടൊക്കെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പല ആളുകളും പുതിയ പുതിയ ഓഫറുകൾ, ഇപ്പം ന്യൂ ജനറേഷൻ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിൽ ആളുകൾ വന്നാൽ മാക്സിമം പോയ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അതിൽ കൂടുതലൊന്നും ആളുകൾ നിൽക്കുന്നത് വളരെ ചുരുക്കമാണ്. ആ കാലഘട്ടത്തിലാണ് 30 വർഷം, 1-2 അല്ല 30 വർഷം ബേബിക്കുഞ്ഞ് ഒരേ കമ്പനിയിൽ, ഒറ്റ കമ്പനിയിൽ. അത് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്നെ സമ്മതിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, എനിക്ക് കിട്ടിയ കമ്പനി അവിടെ വേറെ ആരെങ്കിലും ഇതുപോലെ 30 വർഷം? ഇല്ല, ഏറ്റവും സീനിയർ നിങ്ങളാണ്. അതെ, ഞാൻ അത് ഒന്നാമത് നല്ലൊരു കമ്പനിയാണ്, പലസ്തീനിയാണ്. ഇപ്പോൾ അവർ UAE പൗരത്വം കിട്ടി. പക്ഷേ ഞങ്ങളുടെ ഓണർ, അദ്ദേഹത്തിൻ്റെ മക്കൾ, ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. അതുകൊണ്ടാണല്ലോ 30 വർഷം ഞാൻ അവിടെ നിലനിൽക്കുന്നത് തന്നെ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. കമ്പനിയിലും ഹാപ്പിയാണ്, UAEയിലും ഹാപ്പിയാണ്. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലും ഹാപ്പിയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണ. കാരണം പറയാൻ മറന്നുപോയി, ബേബിക്കുഞ്ഞിൻ്റെ ഭാര്യ സൂസൻ ഒരു നേഴ്സാണ്. ഒരുപാട് രോഗികളെ പരിചരിക്കുന്ന ഒരു നേഴ്സാണ്. നല്ലൊരു കുടുംബജീവിതമാണ് അവർ നയിക്കുന്നത്. അത് നമുക്ക് പിന്നീട് വരാം അതിലേക്ക്. സൂസനും ഗവൺമെൻറ് ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം ഇൻചാർജാണ്. 20 വർഷത്തോളം സൂസനും ആയിട്ടുണ്ട് അവിടെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 കുട്ടികളാണ്. 2 കുട്ടികൾ. മോന് അവന് ഇപ്പം അവന് ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗിന് വേണ്ടി അമ്മയുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത്, അപ്പൻ്റെ പ്രൊഫഷനല്ല, അവൻ അമ്മയുടെ പ്രൊഫഷനാണ് തിരഞ്ഞെടുത്തത്. അപ്പൻ വേറെ പ്രൊഫഷൻ, അമ്മ വേറെ പ്രൊഫഷൻ. അപ്പോൾ അവൻ അമ്മയുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവൻ ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാനായിട്ട്. അവൻ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായി. മോള് പിന്നെ ബികോം അക്കൗണ്ടന്റാണ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ നല്ല ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര കുട്ടികളായിരുന്നു. ഇപ്പം അതല്ലല്ലോ. ഇപ്പൊ നാം 2 നമുക്ക് 2. ഇപ്പൊ പക്ഷെ നാം 1 നമുക്കൊന്നായി. ചിലപ്പോൾ ഒന്നേ ഉള്ളൂ, ഒരു കുട്ടിയേ ഉള്ളൂ. അല്ല, നമ്മുടെ പഴയ കാലഘട്ടം അല്ലല്ലേ ഇപ്പം പഴയ കാലത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരായിരുന്നു. അത് സത്യത്തിൽ അംഗങ്ങൾ കൂടുമ്പോൾ ആ കുടുംബത്തിലൊരു സന്തോഷമാണ്. അതൊരു സന്തോഷമാണ്. ഇപ്പം അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്കത് പിന്നീട് നമുക്ക് പറയാം. പക്ഷെ അബുദാബിയിൽ ബേബിക്കുഞ്ഞ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് ഏരിയകൾ ഇപ്പോൾ പുതിയുണ്ട്. ഇപ്പം മുസഫയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ തന്നെ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല ഏരിയകൾ. പിന്നെ മുഹമ്മദ് സായിദ് സിറ്റി എന്ന് പറഞ്ഞ ഏരിയകൾ, അതൊക്കെ പുതിയതായിട്ടുണ്ടായതാണ്. അതുപോലെ നമ്മൾ ഈ സലാം സ്ട്രീറ്റ് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, എയർപോർട്ടിൽ ദുബായിക്ക് പോകുന്ന വഴി, അവിടെയൊക്കെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കോർണിഷ് ഏരിയ നമ്മളിന്ന് കണ്ടില്ലേ, അവിടെയെല്ലാം നേരത്തെ കടലായിരുന്നു. കടൽ നികത്തിയാണ് ഓരോ പ്രോജക്റ്റ് ഉണ്ട്. വീടുകളും കെട്ടിടങ്ങളും പാർക്കുകളും. ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അത് എല്ലാവരും ഒന്ന് മാതൃകയാക്കേണ്ടതാണ്. വിശേഷം നമ്മുടെ ദുബായിയുടെ വികസനം, അത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ മാതൃക നമ്മുടെ നാട്ടിൽ ആക്കണമെന്നാണോ? നാട്ടിൽ തീർച്ചയായിട്ടും ആക്കണം. പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതിനൊരുപാട് കടമ്പകൾ കിടക്കുന്നുണ്ട്. പിന്നെ എത്ര നമ്മൾ ചിന്തിച്ചാലും ദുബായ് പോലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ പോലോ നമ്മുടെ കേരളം വേറെ, ദുബായ് വേറെ. അതെ. പക്ഷേ പ്രവാസികൾ എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ നിലനിർത്തുന്നത് നമ്മുടെ പ്രവാസികളാണ്. ഒരു ശതമാനം. കാരണം പ്രവാസികളുടെ പണം വന്നില്ലെങ്കിൽ നമ്മുടെ നാട് പട്ടിണിയാവുന്ന ഒരു സാഹചര്യമാണ്. അല്ല, നമ്മുടെ നാട്ടിൽ ഇത്രയും വീടുകളിൽ ഇത്ര ഒരു വളർച്ച, പുരോഗമനം ഉണ്ടായി തന്നെ ഗൾഫ് രാജ്യത്തോട്. എൻ്റെ ഈ വാദത്തോട് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരും യോജിക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ വന്നതിന് ശേഷമാണ്. പക്ഷേ പിന്നെ ഇപ്പം ആളുകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ കേരളത്തിലേക്ക് പറിച്ചു നടും. കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാതൃദേശമാണ്. നമ്മൾ എപ്പോഴായാലും നമ്മുടെ
കേരളം വിട്ട് നമുക്ക് എവിടെ പോകാനാ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വേഗുഞ്ഞത് വിചാരിക്കണ്ട, വേഗുഞ്ഞിന്റെ മോൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, അവൻ മിക്കവാറും അവിടെ അങ്ങ് സെറ്റിൽ ആവും. ഇല്ലല്ല, അതും വരാൻ പോകുന്ന സമയങ്ങളല്ലേ. ഞാൻ അതിനെപ്പറ്റി ഒട്ടും ഞാനൊരു ശതമാനം പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഇവിടുത്തെ റിട്ടയർമെൻറ്റ് ടൈം കഴിഞ്ഞ കേരളമാണ് സ്വന്തം നാടാണ്. എൻ്റെ കൊട്ടാരക്കര. പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോൾ നടക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊട്ടാരക്കരയിൽ വേഗുഞ്ഞ് നാട്ടിലൊക്കെ വരുമ്പോൾ, ഈ അവധിക്കൊക്കെ വരുമ്പോൾ ഒരു എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ ഞാൻ രാവിലെ വേഗുഞ്ഞിനോട് പറയാമായിരുന്നു, ഒരു സൈഡ് പിടിച്ച് റോഡേ നടന്നു പോയി. അപ്പോൾ എതിരെ ആരെങ്കിലും വരുന്നെങ്കിൽ, പരിചയക്കാർ വരുന്നെങ്കിൽ ആദ്യം ഒന്ന് നോക്കും. നോക്കിയിട്ട് പരിചയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എപ്പോൾ വന്നു എപ്പോൾ പോകുന്നു അല്ലേ? ചോദ്യം ഒറ്റ ചോദ്യമാണ്, എപ്പോൾ വന്നു എപ്പോൾ പോകുന്നു. അത് എല്ലാ ഗൾഫാരോടും ചോദ്യം. അത് ഇനിയും ചോദിക്കും. അത് നമ്മൾ അംഗീകരിച്ചാലേ പറ്റുള്ളൂ. അതിനുള്ള മറുപടി കൊടുക്കുക. കൊട്ടാരക്കര ടൗണിൽ തന്നെയാണ് വേഗുഞ്ഞിൻ്റെ വീട്. അപ്പം അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ടൗണിലൂടെ ഇങ്ങനെ നടന്നൊക്കെ പരിചയക്കാരെയൊക്കെ കണ്ട് കേട്ട് ഹായ് പറഞ്ഞ് ഇടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച്, പണ്ട് പോറ്റി ഹോട്ടലൊക്കെ ഉണ്ടാകും. നമ്മുടെ ജനിച്ച സ്ഥലമായതുകൊണ്ട് നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര്, നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ അയൽക്കാരായാലും എപ്പോഴും നമ്മൾ കാണുന്ന മുഖങ്ങളാണ് അവരെ മറന്നിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ 30 വർഷം എന്ന് പറഞ്ഞില്ല, ഞാൻ വന്നത് വിസിറ്റ് വിസ അല്ല, വന്നത് അത് വലിയൊരു തമാശ. ഞാൻ ഡൽഹിയിലായിരുന്നു 6 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട്, സിവിൽ കഴിഞ്ഞിട്ട് ഡൽഹിയിൽ 6 വർഷം ജോലി ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അന്ന് എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ ഇവിടെ PW എഞ്ചിനീയർ ആയിരുന്നു, കുടുംബമായിട്ട് ഇവിടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത്. അന്ന് ഈ വിസിറ്റ് വിസ കിട്ടുന്നത് വെച്ചാൽ വലിയ ഇന്ന് വളരെ ഈസിയാണ്. നമ്മൾ ട്രാവൽസിൽ ചെന്ന് കഴിഞ്ഞാൽ വിസിറ്റ് വിസ കിട്ടും, എല്ലാവർക്കും അറിയാം. നമുക്ക് ഓൺലൈനിൽ ഇരുന്ന് വീട്ടിലിരുന്ന് എടുക്കാം. പക്ഷേ അന്ന് അങ്ങനെ ആയിരുന്നില്ല. വിസിറ്റ് വിസ അന്ന് ഫുജറയിലാണ് വിസ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഷാർജ, ദുബായ്, അബുദാബി കിട്ടുന്നുണ്ട്. ഏത് കൺട്രിയിലും ഏത് എമിറേറ്റ്സിലും വരാൻ പറ്റും. പക്ഷെ അന്ന് അങ്ങനല്ല. അന്ന് ഫുജറ വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫുജറയിൽ ഇറങ്ങാൻ പറ്റും. ഞാൻ ഫുജറയിൽ ദുബായ്, ഡൽഹിയിൽ നിന്ന് മസ്കറ്റ് നിന്ന് അബുദാബിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റില്ലല്ലോ 30 വർഷം. ഫുജറയിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അദ്ദേഹം അവിടെ വണ്ടിയായിട്ട് വന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ എടുത്തു അബുദാബി വരാൻ. പിറ്റേന്ന് വെളുപ്പിനെയാണ്, തലേന്ന് വെളുപ്പിനെ കയറി, പിറ്റേന്ന് വെളുപ്പിനെയാണ് ഇവിടെ എത്തിയത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ ഉടനെ എനിക്ക് ഈ കമ്പനി തന്നെ ജോലിക്ക് കയറി. ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നു. എബ്രഹാം ജോലിയോളം പറയും. അന്ന് നല്ല അവസരങ്ങളായിരുന്നു. അതെനിക്ക് പിന്നെ നിങ്ങളുടെ ഫാദറിൻ്റെ അനിയൻ്റെ ഒരു സ്വാധീനമുണ്ട്. കാരണം എൻ്റെ അർബാബും ഫാദറിൻ്റെ അനിയനും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. പിതാവിൻ്റെ അനിയൻ, അതെ, അദ്ദേഹമാണ് നമ്മുടെ ഒരു വഴികാട്ടി. പിതാവിൻ്റെ അനിയനാണ് വഴികാട്ടി. അത് ഞാൻ അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിലായി വിശ്രമ ജീവിതം ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അന്ന് മുതൽ അതേ കമ്പനിയിൽ ഇന്നും അദ്ദേഹം കൊണ്ടുവന്ന് വഴി കാണിച്ചു തന്ന് അദ്ദേഹം കൊണ്ടിരുത്തിയ ആ കസേര തന്നെ ഇപ്പോഴും. തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള ബഹുമാനവും ഇപ്പോഴും ഉണ്ട്, ആ നന്ദിയുണ്ട്. നമ്മളങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. നമ്മൾ സഹായം ചെയ്ത് അവരെ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ അനിയനാണ്. ആ നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, പല വകുപ്പിൽ, പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്, പല ഏരിയയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷവാനാണ്. എനിക്ക് വേറെ യൂറോപ്പിലോ രാജ്യങ്ങളിലോ അമേരിക്കയിലോ താല്പര്യമില്ല. അല്ല, 30 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? ഏത് കമ്പനി വേണേലും കൊത്തിക്കൊണ്ട് പോകും. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ ഇനി കൊത്തത്തില്ല. കാരണം പ്രായമായെന്ന് ഭാര്യ കേൾക്കരുത്. കാരണം നെറ്റിയിൽ എഴുതി ഒട്ടിക്കണം പ്രായമായെന്ന്. മനസ്സെപ്പോഴും ചെറുപ്പം. ഭാര്യ കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പറയുന്നത്. ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പം ഒരു അറബിയാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട്, ഇത് മോഹൻലാലിൻ്റെ അനിയനാണെന്ന് തോന്നുന്നു. എന്നെ കളിയാക്കി. അത് കളിയാക്കിയതാ. മോഹൻലാൽ അറിയണ്ട, അദ്ദേഹം അറിയത്തില്ലെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇത്രയും സമയം ഇത് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബേബികുഞ്ഞ് സമയം തന്നതിൽ ബേബികുഞ്ഞിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ബെന്നിച്ചാൻ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അവസരമാണിത്. അവസരങ്ങൾ ഇഷ്ടംപോലെ വരും. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, നമ്മളെ അവസരങ്ങൾ തേടി വരും. അവിടെയാണ് പണ്ടുള്ളവർ പറയാറുണ്ട്, നമ്മൾ
അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, അവസരം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ലെന്ന്. അതല്ല, അവസരം നമുക്ക് വേണ്ടി വരും. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒന്നിനും എടുത്തിയാടി ഒന്നും ഞാൻ ഓടാറില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. അല്ല, ജീവിതത്തിന്റെ വിജയം അതാണ്. അത് ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ബേകുഞ്ഞിനെ ഞാൻ ബന്ധിച്ചായിട്ട് നമുക്ക് ഒരുപാട് വർഷത്തെ ഞാൻ ബേകുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം 30 വർഷമായി ഒരു കമ്പനിയിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അത്ര ക്ഷമയോടെ, അപ്പോൾ അത്രയും ക്ഷമ ഉണ്ടെന്ന് കരുതിക്കോണം ആർക്കാ. അതിനിടയ്ക്ക് ഈ 30 വർഷത്തിനുള്ളിൽ ഒരു ഒത്തിരി വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അതെല്ലാം സഫർ ചെയ്ത് അതിനെല്ലാം തരണം ചെയ്ത് പോസിറ്റീവായിട്ട് എടുത്തു. ഞാൻ ചാടാനോ വഴക്കനോ പോയില്ല. അതുകൊണ്ട് അവരൊക്കെ പോയി ഇന്നും ഞാൻ നിലനിൽക്കുന്നത് അതിന്റെ ആ ഒരു അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ക്ഷമ വേണം നമ്മൾ. എന്നെ ഒത്തിരി മാനസികമായിട്ടൊക്കെ പീഡിപ്പിച്ച അവസരങ്ങളുണ്ടായി. ഉണ്ടാവാം നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, അതൊക്കെ. പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക വലിയ കാര്യം. അതൊക്കെ ദൈവത്തിന്റെ ഒരു കരുണയും കൂടാണ്. എൻ്റെ വൈഫിന് പോലും ഇത്രയും അറിയത്തില്ല ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെയും പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ. വൈഫിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഞാനിവിടെ, അത് വലിയ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഇദ്ദേഹം പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും ഇദ്ദേഹത്തെ പെണ്ണ് കാണാൻ കൊണ്ടുപോയത് എന്റെ വണ്ടിക്കകത്ത് ഞാനിവിടെ ചേർന്നാ പോയത്. അത് വലിയ തമാശ. അതെപ്പോഴും ഞാൻ അവിടെ വരുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതൊരു വിജയമായിരുന്നു. അതെ, കുടുംബജീവിതത്തിന്റെ ഒരു വിജയമായിരുന്നു. ഞാൻ എല്ലാ രീതിയിലും ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ ഒരുപാട് അനുഗ്രഹിച്ചു. അത് ജോലിയിലായാലും കുടുംബത്തിലായാലും. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത് എൻ്റെ വിശ്വാസവും എൻ്റെ കുടുംബമാണ്. അതെ, അതിനപ്പുറത്തേക്ക് ഒരു ഇതില്ല. അത് അങ്ങനെയാ. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു സന്തുഷ്ട കുടുംബം, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഓക്കെ, വീണ്ടും കാണാം.